കഴിഞ്ഞ ദിവസം ഇലക്ഷനെ തൊട്ടു മുന്നേ വടകര മുനിസിപ്പാലിറ്റി ഒരു താമ്രപത്രം പുറത്തിറക്കി. എന്താ, വികസന രേഖ എന്നോ മറ്റോ പറഞ്ഞുകൊണ്ട് ഒരു രേഖയാണ് പുറത്തിറക്കിയത്. ആ രേഖ ഞങ്ങളൊന്ന് വായിച്ചപ്പോൾ ഞാൻ അതിനകത്ത് കാണാൻ വേണ്ടി സാധിച്ചത്, അതിൽ പ്രത്യേകമായിട്ട് പരാമർശിക്കുകയാണ് കഴിഞ്ഞ ടേമിൽ ഉണ്ടായിരുന്ന MLA തന്ന വികസന ഫണ്ടുകളും വികസന കാര്യങ്ങളുമല്ലാതെ അതിലപ്പുറത്തേക്ക് ഒരു പൈസ പോലും നമുക്ക് കിട്ടിയിട്ടില്ല എന്നും അതുകൊണ്ട് വടകര മുനിസിപ്പാലിറ്റിയിൽ യാതൊന്നും മറ്റ് വകയിൽ നടത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു പരാമർശം അതിനകത്ത് കാണാൻ സാധിച്ചു. പ്രിയപ്പെട്ട ഈ വടകരയിലെ മുനിസിപ്പാലിറ്റി ഭരിച്ച ഭരണാധികാരികളോടും ഇവിടുത്തെ CPM-ന്റെയും ഇടതുപക്ഷത്തിൻ്റെയും നേതാക്കന്മാരോട് ചില ചോദ്യങ്ങൾ മാത്രം. ഒന്ന്, വടകരയിലെ നമുക്ക് അങ്ങ് പുതുപ്പണത്തുനിന്ന് ആ ഭാഗത്തു നിന്ന് തുടങ്ങാം. വടകരയിൽ അവിടെയുള്ള ഒരു പ്രീ മെട്രിക് ഹോസ്റ്റലുണ്ട്. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന, കുഞ്ഞുങ്ങൾ പഠിക്കുന്ന, മലയോര മേഖലയിൽ നിന്നൊക്കെ വന്ന് പഠിക്കുന്ന, ഇവിടുത്തെ JMNM സ്കൂളും മറ്റും പഠിക്കുന്ന ആ കുട്ടികൾ പഠിക്കുന്ന ഒരു ഹോസ്റ്റൽ അതിദയനീയമായൊരു സാഹചര്യത്തിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നിരവധി കാലമായി അതുമായി ബന്ധപ്പെട്ട ആളുകൾ അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഇവിടുത്തെ ആളുകൾ എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പോയി അതിൻ്റെ ഭൂമി കൈമാറ്റത്തിൻ്റെ ഒരു പ്രശ്നം ആദ്യമുണ്ടായിരുന്നു. ഇറിഗേഷൻ വകുപ്പിലുള്ള ഭൂമി റവന്യൂ വകുപ്പിലേക്ക് മാറ്റി, റവന്യൂ വകുപ്പിൽ നിന്ന് അത് പട്ടികവർഗ വിഭാഗത്തിലെ വകുപ്പിലേക്ക് മാറ്റി, അതിനുശേഷം അതിന് ഫണ്ടിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായ ശ്രമത്തിൻ്റെ ഭാഗമായി നമുക്ക് 4 കോടി രൂപ 82 ലക്ഷം രൂപ അനുവദിച്ചു കിട്ടുകയും അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയും പണി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം അവിടെ ആ ഹോസ്റ്റലിൻ്റെ പണി നടക്കുകയാണ്. ആ ഹോസ്റ്റൽ വടകര മുനിസിപ്പാലിറ്റിയിലല്ലേ എന്നുള്ളത് ഇവരൊന്ന് പറയണം. അത് വടകരയിലുള്ള ഒരു വികസനമല്ലേ? അത് നിങ്ങളുടെ അധീനതയിലുള്ള ഭൂമിയല്ലേ? അത് നിങ്ങളുടെ അധീനതയിലല്ലേ ആ സ്ഥലമിരിക്കുന്നത്? പോട്ടെ, അതിനിപ്പുറത്ത് ഒരു ആയുർവേദ ആശുപത്രിയുണ്ട്. നമുക്കറിയാം, ആയുർവേദ ആശുപത്രി ഒരു പക്ഷേ വടകര താലൂക്കിലെ ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആയുർവേദ ആശുപത്രിയാണത്. ആ ആയുർവേദ ആശുപത്രിക്ക് അടിസ്ഥാനപരമായി ഒരുപാട് സൗകര്യക്കുറവുകളുണ്ട്. വലിയ തോതിലുള്ള രോഗികൾ വരുന്നുണ്ടെങ്കിൽ പോലും അവർക്കെല്ലാം ചികിത്സ കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഇല്ല എന്നുള്ളതാണ്. അതിനെ അവിടുത്തെ ഡോക്ടർമാരുമൊക്കെ പല പ്രാവശ്യം മുനിസിപ്പാലിറ്റിയും അവിടുത്തെ ഈ വടകര മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള ഒരു ആശുപത്രിയാണ്. ആ ആശുപത്രിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ അതിൻ്റെ ഡോക്ടർമാരൊക്കെ സമീപിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെ 50 ലക്ഷം രൂപ ബഡ്ജറ്റ് ഫണ്ടിൽ വെച്ച് അതിൻ്റെ OPയിൽ ഒരു ബിൽഡിംഗ് എടുക്കുകയും ആ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യുകയും അവിടെ രോഗികളെ പ്രവേശിപ്പിച്ച് അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അത് ഈ 5 വർഷക്കാലയളവിൽ നടന്ന ഒരു മാറ്റമാണ്. അത് ഈ വടകര മുനിസിപ്പാലിറ്റിയിലല്ലേ? എന്തേ നിങ്ങളുടെ കണ്ണിൽ അത് പെടാതെ പോയി? എന്താണ് ആ പ്രവർത്തനം ഇവിടെ നടന്നിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾ, അങ്ങനെ ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല, അത് പൊതുസമൂഹത്തിനോട് പറയാൻ നിങ്ങൾ തയ്യാറാവാത്തത്? അത് വടകര MLA-യുടെ കൊണ്ടുവന്നതും ആ MLA-ന്റെ ഭാഗമായിട്ട് വന്നതിൻ്റെയും അടിസ്ഥാനത്തിലാണോ? അത് ഈ മുനിസിപ്പാലിറ്റിയിൽ ആകപ്പെടുന്ന ഒരു സ്ഥാപനമല്ലേ? ആ വടകര സഹകരണ ആയുർവേദ ആശുപത്രി താലൂക്ക് ആശുപത്രി അപ്ഗ്രേഡ് ചെയ്യുന്നതിനുള്ള പേപ്പറുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതിന് നിരന്തരമായി പിറകിലാണ്. ഏതാനും ദിവസം താലൂക്ക് ആശുപത്രി ഇത് മാറ്റുമെന്നുള്ളതാണ് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്ന് കിട്ടിയ ഉറപ്പ്. ആ തരത്തിലേക്ക് കാര്യങ്ങൾ വരും. അപ്പം ഒരു പ്രദേശത്തെ വികസനത്തിന് വേണ്ടി, ഒരു നാടിൻ്റെ വികസനത്തിന് വേണ്ടി അവിടെ ഉണ്ടാകുന്ന ഏതെങ്കിലും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ നമ്മൾ പ്രധാനമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോകുമ്പോൾ അതിന് ഒരുവിധ സപ്പോർട്ടും തരുന്നില്ല എന്ന് മാത്രമല്ല, അതൊക്കെ കണ്ണടച്ചിരുട്ടാക്കുന്ന രൂപത്തിൽ ഇതൊന്നും ഞങ്ങളുടേതല്ല എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. രാഷ്ട്രീയമായ അന്ധമായ രാഷ്ട്രീയ വിരോധത്തിൻ്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങളൊന്നും വടകര മുനിസിപ്പാലിറ്റിയിൽ അല്ല എന്ന് പറയുന്നത് ഏതടിസ്ഥാനത്തിലാണ് എന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരൂ നിങ്ങൾ. ഈ OVC തോട് ഒരുപാട് കാലങ്ങളായി നമുക്കറിയാം, ആ തോടിലെ മാലിന്യങ്ങൾ കൊണ്ട് വലിയ പ്രയാസം ആ പ്രദേശത്തുകാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ നാണോട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് MLA ആയിരുന്ന സ്ഥലത്ത് 50 ലക്ഷം അതിന് വെച്ചിരുന്നു. പക്ഷേ വെച്ചിരുന്നു എന്നത് മാത്രമേ ഉള്ളൂ, അതിനെ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കൊണ്ടുപോയിരുന്നില്ല. അതും നമ്മൾ വന്നു അതിൻ്റെ ഫയലുകൾ നീക്കി അത് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. പിന്നീട് 1 കോടി 70 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ആ OVC തോടിൻ്റെ 2 സൈഡും കെട്ടി ആ തോട് മലിനമാക്കാതിരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്ത് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഈ വടകര മുനിസിപ്പാലിറ്റിയിലല്ലേ? നിങ്ങളത് കാണുന്നില്ലേ? ഒരു തോട് സംരക്ഷിക്കുക, അവിടെ മാലിന്യമുക്തമാക്കി എടുക്കാൻ വേണ്ടി പ്രവർത്തനം നടത്തുമ്പോൾ എന്തുകൊണ്ട് അത് നിങ്ങൾക്ക് കണ്ണിൽപ്പെടാതെ പോകുന്നു എന്ന ഒരു സംശയം.
അതിരിക്കട്ടെ, വടകര താഴെയങ്ങാടി നമുക്കറിയാം ഏകദേശം 17 കിലോമീറ്ററാണ് വടകര നിയോജക മണ്ഡലത്തിലെ കടൽ തീരം എന്ന് പറയുന്നത്. ആ 17 കിലോമീറ്ററിലെ കടൽ തീരത്തിലും ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ കടൽ തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, അവരനുഭവിക്കുന്ന തീരാവേദനയുണ്ട്. ഓരോ കടൽക്ഷോഭങ്ങൾ വരുമ്പോഴും ആദിയോടുകൂടിയാണ് അവിടുത്തെ ആളുകൾ ജീവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഞങ്ങളൊക്കെ വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ ഇങ്ങോട്ട് വോട്ട് ചോദിച്ചു വരണ്ട, ഞങ്ങളുടെ ജീവിതം സംരക്ഷിക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടാക്കി തരണം. ഞങ്ങളുടെ കടൽ ഭിത്തിക്ക് എത്ര കാലമായി ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന ശബ്ദങ്ങൾ നമ്മൾ എല്ലായിടത്തുനിന്നും കേൾക്കാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ആ കടൽ തീരം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 18 കോടിയോളം രൂപ ചിലവഴിച്ചുകൊണ്ടുള്ള ചില പ്രവർത്തികൾ പൂർത്തീകരിച്ചു. ബാക്കി പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഈ വടകര മുനിസിപ്പാലിറ്റി തന്നെ ഉണ്ടാവുള്ളൂ. അതിൽ 2 കോടി മാത്രമാണ് കുരിയാടി ഭാഗത്തേക്കുള്ളത്, ബാക്കിയെല്ലാം വടകര മുനിസിപ്പാലിറ്റിയിലാണ്. ഇത് നിങ്ങളുടെ കണ്ണിൽ പെടാതെ പോയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ വികസനം ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ അല്ല എന്ന് നിങ്ങൾ തീരെഴുതി വെച്ചത് ഏത് വാദത്തിന്റെ, ഏത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നത് പറയണം. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുക. നിങ്ങൾ കുത്തി ടൂറിസം മേഖലയിൽ നിങ്ങൾ എന്ത് കൊണ്ടുവന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ടൂറിസം മേഖലയിൽ താഴെയങ്ങാടി എന്ന് പറയുന്ന ഈ ഒരു പൈതൃക നഗരം ഒരുപാട് കാലമായി, താഴെയങ്ങാടി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും കച്ചവട കേന്ദ്രങ്ങൾ, നേരത്തെ ഉണ്ടായിരുന്ന കച്ചവട സ്ഥാപനങ്ങളും വലിയ തോതിൽ കീർത്തികേട്ട ഒരു സ്ഥലമാണ് ആ താഴെയങ്ങാടി. ആ താഴെയങ്ങാടിയെ വികസിപ്പിക്കാൻ വേണ്ടി നേരത്തെ 2018 കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കും പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് ടൂറിസം സർക്യൂട്ട് തലശ്ശേരി ഹെറിറ്റേജ് പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ വടകരയിൽ 2 പ്രോജക്റ്റ് അനുവദിക്കപ്പെട്ടു. ഒന്ന് താഴെയങ്ങാടിയും മറ്റൊന്ന് തച്ചോളി മാണിക്കോത്ത് ക്ഷേത്രവും. താഴെയങ്ങാടിക്ക് 1.43 കോടി രൂപയും തച്ചോളി മാണിക്കോത്തിന് 2.32 കോടി രൂപയും അനുവദിക്കപ്പെട്ടു. പക്ഷേ ആ അനുവദിക്കപ്പെട്ട പദ്ധതി അനുവദിക്കപ്പെട്ടതല്ലാതെ ഒരു പക്ഷേ അതിനുശേഷം മറ്റൊരു ഫോളോ അപ്പ് പ്രവർത്തനവും അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു ഫണ്ട് വടകരയ്ക്ക് അനുവദിച്ച് എന്നത് പോലും ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തച്ചോളി മാണിക്കോത്ത് ക്ഷേത്രത്തിന്റെ പണി ഏകദേശം ആരംഭിക്കാൻ സാധിച്ചു. പക്ഷേ താഴെയങ്ങാടിയുടെ അങ്ങനെ ഒരു ഫണ്ടോ അങ്ങനെ ഒരു പദ്ധതിയോ ഉണ്ട് എന്നുള്ളത് ഈ നാട്ടിലെ ഒരു കുട്ടിക്കും അറിയില്ല. ഇന്ന് വടകര മുനിസിപ്പാലിറ്റി അതിന്റെ ഒരു ചെറുവിരലനക്കാൻ ഈ മുനിസിപ്പാലിറ്റി തയ്യാറായില്ല. അവർക്കറിയില്ല അത്തരത്തിലൊരു പദ്ധതി ഉണ്ട് എന്നത്. ഞങ്ങൾ വരുന്നതിന് മുന്നേ, ഞാൻ MLA ആവുന്നതിന്റെ മുന്നേയുള്ള പദ്ധതിയാണ് കേട്ടോ, നേരത്തെ വന്ന ഫണ്ടാണ്. പക്ഷേ ആ ഫണ്ട്, അങ്ങനെ ഒരു ഫണ്ട് ഇല്ല എന്നതാണ് നമുക്കറിയാൻ വേണ്ടി സാധിച്ചത്. നമ്മൾ സ്വാഭാവികമായിട്ടും വന്നാൽ മറ്റ് നേരത്തെയുള്ള ബാക്ക് ഫയലുകളൊക്കെ പരിശോധിക്കും. നമുക്ക് എന്തൊക്കെയാണ് കിട്ടാനുള്ളത്, കിട്ടിയ ഫണ്ടുകൾ എന്തൊക്കെ ചിലവഴിക്കാത്തതുണ്ട്, ഏതെങ്കിലും നമുക്ക് കിട്ടേണ്ടതുണ്ടോ എന്നതിനുള്ള വലിയ അന്വേഷണം നടത്തും. ആ അന്വേഷണ കാര്യങ്ങൾ അതൊക്കെ പഠിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിത് കാണാൻ സാധിച്ചത്. അങ്ങനെ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ കിഫ്ബിയിലെയും ടൂറിസത്തിലെയും ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ട് ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഒരു ഫണ്ടുണ്ട്, 1,43,00,000 രൂപയുണ്ട്, അത് ചെലവഴിക്കാതെ കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, അത് ചെലവഴിച്ചല്ലോ, അതെല്ലാം നടത്തി, അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്തി, അവിടെ ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയില്ല എന്ന് പറഞ്ഞു. അത് ഡ്രൈനേജിനൊക്കെ തന്ന ഫണ്ടായിരുന്നു. ആ ഡ്രൈനേജ് എല്ലാം അവിടെ പൂർത്തിയാക്കി, ആ ഫണ്ടിൻ്റെ പ്രവർത്തനം മുഴുവൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ നമ്മൾ അവിടെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല, അത് തിരിച്ചു പറയാൻ അറിയില്ല. പിന്നീട് താഴെയങ്ങാടിയിൽ വന്നു, ഇവിടുത്തെ ആളുകളോട്, UDFിൻ്റെയും ഒക്കെ ആളുകളോട് നമ്മൾ അന്വേഷിച്ചു, എന്താണ് ഇതിൻ്റെ അവസ്ഥ, അങ്ങനെ ഒരു പദ്ധതി ഇവിടെ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വീണ്ടും ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് ചേർന്നുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ കാരണ സഹിതം ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അടിച്ച് അവരെ സംബന്ധിച്ച് അവരവസാനം സമ്മതിച്ചു, ഉണ്ട്, അത് അങ്ങനെ ഒരു ഫണ്ട് അവിടെ ഉണ്ട്, ചെലവഴിച്ചിട്ടില്ല എന്ന് നമ്മളോട് പറയുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് ആ ഫണ്ട് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ആവാനും TS ആവാനും ഒക്കെ വേണ്ടിയിട്ടുള്ള നിരന്തരമായ പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഫണ്ട് അനുവദിച്ച് കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അതിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് കിട്ടിയ ഫണ്ട് പോലും അത് അറിയാതെ അതിവിടെ അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് അതൊക്കെ അന്വേഷിക്കണ്ടേ? മുനിസിപ്പാലിറ്റിയുടെ കീഴിലല്ലേ, അന്വേഷിക്കാൻ എന്തെങ്കിലും ശ്രമം നടത്തിയോ? എന്നിട്ട് നമ്മൾ ശ്രമിച്ചു കൊണ്ടുവന്നപ്പോൾ ഒരു വാക്ക് പറയണ്ടേ, ഇത് നടത്തിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഫണ്ട് കിട്ടിയിട്ടുണ്ട്, അതിപ്പോൾ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നറിയാനെങ്കിലും ഈ മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചോ എന്ന ചോദ്യം, അത് എന്തേ നിങ്ങളുടെ വികസന രേഖയിൽ ഇല്ലാതെ പോയി? ഇത്തരം സംഗതികൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നിരവധിയായ കാര്യങ്ങൾ എനിക്ക് ഓരോന്ന് പറയാൻ സാധിക്കും. നമ്മൾ വന്നതിന് ശേഷം ഈ മുനിസിപ്പാലിറ്റി ചെയ്ത മാത്രം പ്രവർത്തനങ്ങൾ, റവന്യൂ ടവർ എന്ന് പറയുന്നത് നമുക്കറിയാം, താലൂക്ക് ഓഫീസ് കത്തിപ്പോയപ്പോൾ എല്ലാ ഓഫീസുകളും ഇതിൻ്റെ റെന്റിനായി വാടകയ്ക്ക് ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ നിന്നതാണ് അന്ന് റവന്യൂ
റവന്യൂ മിനിസ്റ്റർ കെ രാജൻ അവർ നമ്മളോട് പറഞ്ഞു നമുക്ക് റവന്യൂ ടവർ ഇവിടെ കൊണ്ടുവരാമെന്ന്. അതിന്റെ പദ്ധതിയുമായിട്ട് പോയി. അദ്ദേഹത്തിന്റെ കൂടി പ്രയത്ന ഫലമായിട്ടാണ് കേട്ടോ. അതൊക്കെ ഒരുപക്ഷെ അങ്ങനെ ഇതാക്കിയിട്ടും അതിന്റെ ഫയലുകൾ മുന്നോട്ട് പോകാതെ മാസങ്ങളോളം വർഷങ്ങളോളം അതിന്റെ പിറകിൽ പോയി. ഏറ്റവും അവസാനം ഈ ഇലക്ഷന്റെ തൊട്ട് തലേ ദിവസമാണ് നമുക്കതിന് ടെൻഡറിനെ ആയിക്കഴിഞ്ഞാൽ ടെൻഡർ ആകാൻ വേണ്ടി എടുത്ത പണി എന്ന് പറയുന്നത് ചില്ലറയല്ല കേട്ടോ. കാരണം പലയിടത്തും തടസ്സങ്ങളായിരുന്നു. ഫണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഇത്രയും വലിയ ഫണ്ട് അവസാനം കിഫ്ബി തീരുമാനിച്ചു. കിഫ്ബിയുടെ ഫണ്ടാണ്. കിഫ്ബി തീരുമാനിച്ചു ഞങ്ങൾ എവിടെയും ഈ പ്രാവശ്യം റവന്യൂ ടവർ കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളത്. അങ്ങനെ അവസാനം ഈ ഒരു കാര്യങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് നിരവധി തവണ ഇതിന്റെ സിഇഒ ഉൾപ്പെടെ കണ്ടുകൊണ്ട് ഈ വടകരയുടെ ദയനീയ അവസ്ഥ വിവരിച്ചു. ഇവിടുത്തെ ഓഫീസുകൾ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വിവരിച്ചുകൊണ്ട് കത്തെഴുതുകയും നേരിട്ട് പോയി സംസാരിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇപ്പം ഏറ്റവും അവസാനം 25,78,00,000 രൂപ റവന്യൂ ടവറിന് വേണ്ടി അനുവദിച്ചു കിട്ടും. ഇനിയും അവിടെ തടസ്സങ്ങൾ നീങ്ങിയിട്ടില്ല. ഒരുപാട് മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടതുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അത് എങ്കിൽ മാത്രമേ അത് തുടങ്ങാൻ വേണ്ടി സാധിക്കൂ. എങ്കായാലും അത്തരത്തിലൊരു കാര്യങ്ങളിലേക്ക് വന്നല്ലോ. ഇതൊക്കെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു എന്ന അഭിമാനം ഞങ്ങൾക്കുണ്ട്. നിങ്ങളതൊന്നും കാണുന്നില്ല. കാരണം നിങ്ങൾക്കൊക്കെ തിമിരം ബാധിച്ച കണ്ണുകളാണ്. തിമിരം ബാധിച്ച കണ്ണുകൾ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും തിരിച്ചറിയാൻ സാധിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം. അത് പോട്ടെ, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഈ വടകര മുനിസിപ്പാലിറ്റി ഏതെങ്കിലും ഒരു കാര്യത്തിന് MLAയോട് വന്നിട്ട് നമുക്ക് ഇന്നൊരു പദ്ധതിയുണ്ട്, അതിന് നിങ്ങൾ ഫണ്ട് വെച്ച് അല്ലെ നമുക്കൊന്നിച്ച് ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സഹായം ഉണ്ടാകണമെന്ന് ഏതെങ്കിലും ഒരു തവണ ഇവിടുത്തെ MLAയോടോ MP യോടോ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്കൊന്നും വരണ്ട. കാരണം നിങ്ങൾ വലിയ ആളുകളാണ്. അടുത്തേക്കൊന്നും വരണ്ട. ഒന്ന് ഫോൺ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഈ ഒരു ഫണ്ട് ഇന്നലെ ഒരു ഡ്രൈനേജ് സംവിധാനം അല്ലെങ്കിൽ ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പദ്ധതി, ഈ നാട്ടിലെ വലിയ തോതിൽ ഡ്രൈനേജ് ഇല്ലാത്തൊരു പ്രശ്നം നമുക്കുണ്ട്, അങ്ങനെ ഏതെങ്കിലും ഒരു പദ്ധതി നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോകാം, നിങ്ങളുടെ സഹായം വേണമെന്ന് ഒരു വാക്ക് എന്തെങ്കിലും പറയാൻ ഈ വടകര മുനിസിപ്പാലിറ്റിക്ക് തയ്യാറിട്ടുണ്ടോ? രാഷ്ട്രീയം ഉണ്ടാവാൻ ജയിച്ചു കഴിഞ്ഞാൽ ജനപ്രതിനിധികൾ ജനങ്ങളുടേതാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, നാടിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി വരേണ്ടവരാണ് ജനപ്രതിനിധികൾ. അവിടെ കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം ഉണ്ടാവരുത്. ആ കണ്ണോടുകൂടി കാണരുത്. അങ്ങനെ ഏതെങ്കിലും ഒരു തവണ ചോദ്യം ആ ഒരു ഇതുണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം. ഒന്ന് ആത്മപരിശോധന നടത്തും. ഞാൻ വ്യക്തിപരമായിട്ട് ആരെയും പറയുന്നില്ല. ഇതിന്റെ ഭരണസമിതിയിലെ ചെയർപേഴ്സണോ അല്ലെ വൈസ് ചെയർമാൻ ആരെയും പറയുന്നില്ല. അവരൊന്ന് പരിശോധിക്കട്ടെ. അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടായോ? ഇത് നിരവധി തവണ ഇവർ കൗൺസിലിൽ പറയാൻ തുടങ്ങി. MLA ഒന്നും ചെയ്യുന്നില്ല മുനിസിപ്പാലിറ്റിക്ക്, MLA ഒന്നും ചെയ്യുന്നില്ല മുനിസിപ്പാലിറ്റിക്ക് എന്ന് നിരവധി തവണ കൗൺസിലിൽ തൊഴിൽപ്പോൾ ഇവിടെ കൗൺസിലിലെ പ്രതിപക്ഷാംഗങ്ങൾ അസീസ് മാഷും ഹാഷിം ഉൾപ്പെടെയുള്ള ആളുകൾ അവർ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചോദിച്ചിട്ടുണ്ടോ MLAയോട്? ഞാൻ അങ്ങനെയാണ് കേട്ടത്. അങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഏതൊരു പദ്ധതി തരണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു കാര്യവും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. MLA അല്ലാതെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിനുശേഷമാണ് വടകര മുനിസിപ്പാലിറ്റി ചെയർപേഴ്സന്റെ ഒരു കത്ത് വരുന്നു MLAയുടെ ഓഫീസിലേക്ക്. എന്താണ് ആ കത്തിൽ പറഞ്ഞത് എന്നറിയാമോ നിങ്ങൾക്ക്? ആ കത്തിൽ പറഞ്ഞു വടകരയുടെ മുനിസിപ്പാലിറ്റിയുടെ വികസനത്തിന് വേണ്ടി 2 കോടി രൂപ ഞങ്ങൾക്ക് അനുവദിച്ചു തരണം MLAയുടെ ഫണ്ടിൽ നിന്ന്. ഞാനതിനെ മറുപടി കൊടുത്തു. ഞാനിങ്ങനെ ആലോചിച്ചു ആ കത്ത് കിട്ടിയപ്പം. ഇത്രയും ഒരുപക്ഷെ ഇത് അറിയാഞ്ഞിട്ടായിരിക്കില്ല, ഞാൻ വിചാരിക്കുന്നില്ല ഈ കാര്യങ്ങൾക്കൊന്നും അറിവില്ലാത്ത ഒരാളാണ് ചെയർപേഴ്സൺ എന്ന് ഞാൻ ഒരിക്കലും തരുന്നില്ല. വളരെ നല്ല കഴിവുള്ള സ്ത്രീ തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ. തീർച്ചയായിട്ടും അവർ അതൊന്നും അറിയാത്ത ആളാണ് ഞാൻ ഒരിക്കലും അങ്ങനെ കരുതുന്നേയില്ല. പക്ഷേ അവരെങ്ങനെയാണ് അങ്ങനെ ഒരു കത്ത്, എനിക്ക് തോന്നുന്നു അവരൊറ്റയ്ക്കാക്കാൻ ഒരു കത്തും എഴുതിയില്ല. ഒരു പക്ഷേ പാർട്ടിയുടെ കൂടി നിർദ്ദേശമില്ലാതെ അങ്ങനെ ഒരു കത്ത് എഴുതുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. 2 കോടി രൂപ നേരിട്ട് ഏതെങ്കിലും ഒരു MLAക്ക്, ഇവിടെ വടകര MLA മാത്രമല്ല, ഏതെങ്കിലും ഒരു MLAക്ക് മുനിസിപ്പാലിറ്റിയിലേക്കോ അല്ലെ കോർപ്പറേഷനിലേക്കോ പഞ്ചായത്തിലേക്കോ നേരിട്ട് 2 കോടി കൊടുക്കാൻ സാധിക്കുമോ? നിങ്ങളൊരു പ്രൊജക്റ്റ് പറയുക, നിങ്ങളൊരു പദ്ധതി പറയുക, ആ പദ്ധതിക്ക് ഇതിനകത്ത് ഈ ഫണ്ട് തരണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഫണ്ട് കൊടുക്കുക. എങ്ങനെയാ MLA ഫണ്ട് കൊടുക്കുക? MLAമാർ കളക്ടർ ത്രൂ ആണ്. കളക്ടർക്കാണ് നമ്മൾ കാര്യങ്ങൾ കൊടുക്കുക. ഇന്ന സ്ഥലത്തേക്ക് ഇന്ന ഫണ്ട് കൊടുക്കാൻ കളക്ടർക്ക് ലെറ്റർ കൊടുത്തു, കളക്ടർക്ക് അതിനെ കൊടുത്ത് കളക്ടർ അത് പരിശോധിച്ച് കളക്ടർ ഉദ്യോഗസ്ഥന്മാർ കൊടുത്ത് അങ്ങനെയാണ് താഴേക്ക് ഫണ്ട് വരിക. നമുക്ക് നേരിട്ട് ആർക്കും ഫണ്ട് കൊടുക്കാൻ സാധിക്കില്ല. ഇപ്പൊ മുനിസിപ്പാലിറ്റിക്ക് അങ്ങനെ ഒരു ഫണ്ട് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് വേണ്ടേ? ഇനി റോഡുകൾക്കാണ് എന്ന് പറഞ്ഞു, റോഡുകൾക്ക് വേണ്ടിയാണ്, ആയിക്കോട്ടെ, ഏത് റോഡ് എന്ന് പറയണ്ടേ? ഏതെങ്കിലും റോഡ്, ഇന്ന റോഡുകൾക്ക് ഇന്ന ഫണ്ട് വേണം എന്ന് പറഞ്ഞല്ലേ? ഇത്ര റോഡുകൾ വടകര മുനിസിപ്പാലിറ്റി റോഡുകൾക്ക് 2 കോടി വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുമോ? എനിക്കറിയില്ല. ഞാൻ എൻ്റെ പരിചയത്തിൽ, എൻ്റെ അനുഭവത്തിൽ അങ്ങനെയൊന്നും കൊടുക്കാൻ സാധിക്കില്ല
എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി CPM-ന്റെ നേതാക്കന്മാർ നമ്മളെക്കാളും വലിയ ബുദ്ധിമാന്മാരാണല്ലോ, അവർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര പരിചയമുള്ള ആളുകളാണ്. അവരങ്ങനെയാണോ എന്നുള്ളതിനെ സംബന്ധിച്ചും എനിക്കറിയില്ല. പക്ഷേ വളരെ സ്നേഹത്തോടെ അങ്ങേയറ്റത്തെ ബഹുമാനത്തോടു കൂടി ഞാൻ പറയുന്നു, വടകര മുനിസിപ്പാലിറ്റി റോഡുകൾ മാത്രം ഈ 4.5 വർഷം കൊണ്ട്, 4.5 വർഷവും നമുക്ക് പറയാൻ സാധിക്കില്ല കേട്ടോ. ആദ്യത്തെ 1 വർഷം നമുക്കൊരു ഫണ്ടും ചിലവഴിക്കാൻ സാധിച്ചില്ല, കാരണം കോവിഡ് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ MLA-മാരുടെ എല്ലാ ഫണ്ടുകളും 4 കോടി രൂപ ഒരു MLA കോവിഡ് ദുരിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന സർക്കാർ നിർദ്ദേശത്തിന്റെ ഭാഗമായി 1 കോടി മാത്രമേ എല്ലാവർക്കും നിയോജക മണ്ഡലങ്ങളിലേക്ക് ചിലവഴിക്കാൻ സാധിച്ചുള്ളൂ. അത് ഒരുപാട് റോഡുകൾക്കോ പ്രവർത്തനങ്ങൾ, പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾക്കോ നമുക്ക് കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനുശേഷമുള്ള 3.5 വർഷക്കാലമാണ്. ഈ 3.5 വർഷം കൊണ്ട് വടകര മുനിസിപ്പാലിറ്റി റോഡുകൾക്ക് മാത്രം 8 കോടിയിലധികം രൂപ നമ്മുടെ MLA എന്ന നിലയ്ക്ക് ഇവിടെ ചെലവഴിക്കാൻ സാധിച്ചു എന്ന അഭിമാനമുണ്ട്. നിങ്ങൾ നോക്കൂ, പല റോഡുകളും, ആ റോഡുകളൊന്നും മുനിസിപ്പാലിറ്റിയിലല്ലേ, മുനിസിപ്പാലിറ്റി ആസ്തിയിലല്ലേ. എത്ര റോഡുകൾ ബഹുമാനപ്പെട്ട ചെയർപേഴ്സണും വൈസ് ചെയർമാനും കമ്മിറ്റി അംഗങ്ങളും ഒക്കെ വന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്, ആ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതൊന്നും മുനിസിപ്പാലിറ്റിയിലെ ഇതെന്തേ നിങ്ങൾക്കൊന്നും ഇതൊന്നും കണ്ണിൽപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, അന്ധമായ രാഷ്ട്രീയ തിമിരം ബാധിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുമ്പോൾ ഇതാണ് സംഭവിക്കുക. മറ്റൊന്നും കൂടി പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ലാപ്സായി പോയ ചില ഫണ്ടുകളെ കുറിച്ചുകൂടി സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വടകര നാരായണ നഗർ എന്ന് പറയുന്ന ആ പുതിയ ബസ് സ്റ്റാൻഡ്, ഇപ്പോൾ പുതിയതല്ല, ഒരുപാട് കാലം, എന്നാലും ഇത് പഴയ ബസ് സ്റ്റാൻഡ് ആയതുകൊണ്ട് അത് നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നു. ആ ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിന് വേണ്ടി 2020 റീബിൽഡ് കേരളയിൽ 2.5 കോടി രൂപ അനുവദിച്ചു. 2020 റീബിൽഡ് കേരളയിൽ 2.5 കോടി വടകര നാരായണ നഗർ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് വേണ്ടി അനുവദിച്ചു എന്നുള്ളത് നമുക്കറിയാൻ സാധിച്ചു. 2021 മെയ് മാസമാണ് ഞാൻ MLA ആയിട്ട് വരുന്നത്. അപ്പോൾ ഫയലുകൾ പരിശോധിച്ചപ്പോഴാണ്, ഈ റീബിൽഡ് കേരളയിലൊക്കെയുള്ള ഫണ്ടുകളുടെ ഫയലുകൾ പരിശോധിച്ചപ്പോഴാണ് നമുക്കതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ 2.5 കോടി രൂപ വടകര മുനിസിപ്പാലിറ്റിക്ക് അനുവദിച്ചിട്ടുണ്ട്. ആ 2.5 കോടി രൂപയിൽ ഞങ്ങൾ അതറിഞ്ഞപ്പോൾ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്തു. ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. 2.5 കോടി എന്ന് പറയും നമ്മുടെ ബസ് സ്റ്റാൻഡ് നല്ല രൂപത്തിൽ നവീകരിച്ച്, കാരണം ആ ബസ് സ്റ്റാൻഡിലൊക്കെ ടോയ്ലറ്റ് ഉൾപ്പെടെ ഇല്ലാത്തത് കൊണ്ട്, അവിടെ ഡ്രൈനേജ് സംവിധാനങ്ങൾ ശരിയായിട്ടില്ലാത്തത് കൊണ്ടൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് നമ്മുടെ വടകര ബസ് സ്റ്റാൻഡ്. പല സ്ഥലത്ത് പോയി നോക്കിയാലും ബസ് സ്റ്റാൻഡുകളൊക്കെ വലിയ ഹൈടെക്കായി നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ അതൊന്നും മാറ്റമൊന്നും കാണാൻ സാധിക്കുന്നില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ അത് കൊണ്ടുപോകണമെന്ന ആഗ്രഹത്തിലാണ് 2.5 കോടി രൂപ നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയത്. DDCL ജില്ലാ വികസന സമിതി യോഗത്തിൽ ഇത് പ്രത്യേക അജണ്ടയാക്കി വെച്ചുകൊണ്ട് എല്ലാ മീറ്റിങ്ങുകളും ഞങ്ങൾ ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി തുടങ്ങി. അവിടുത്തെ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു. ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങളിത് നടത്താൻ, കളക്ടർ ഉൾപ്പെടെ അത് വൈകുന്നതിൻ്റെ കാരണം പല ഘട്ടങ്ങളിൽ ചോദിച്ചതാണ്. അതിൻ്റെ ആർക്കിടെക്ചർ ഡ്രോയിങ് ഉൾപ്പെടെ ചെയ്തു കൊടുക്കേണ്ടത് വടകര മുനിസിപ്പാലിറ്റിയാണ്. പക്ഷേ മുനിസിപ്പാലിറ്റി അത് ചെയ്തു കൊടുക്കാൻ തയ്യാറായിട്ടില്ല, അതിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളത് കൊണ്ട് ആ 2.5 കോടി രൂപ നമുക്ക് ലാപ്സായി പോയി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിക്കേണ്ട, ആ വികസനത്തിന് വേണ്ടി ലഭിക്കേണ്ട ആ ഒരു ഫണ്ട് വടകര മുനിസിപ്പാലിറ്റിയുടെ ഒരൊറ്റ അനാസ്ഥ കാരണം ആ ഫണ്ട് ലാപ്സായി പോയി എന്നുള്ളത് നിങ്ങൾ അറിയണം, ഈ നാടറിയണം. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് 2 തവണ വടകര മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണ് കത്തയച്ചിട്ടുണ്ട്. 2 തവണയാണ് അതിൻ്റെ കത്തയച്ചത്. ഒന്ന് 24-ാം തീയതി രണ്ടാമത്തെ കത്ത് കൊടുക്കുന്നു. ആദ്യത്തെ കത്ത് കൊടുത്തത് 2022-ലാണ്. 2022 ഞങ്ങൾ ആദ്യത്തെ കത്ത്, 2020-ലാണ് ഈ ഫണ്ട് അനുവദിച്ചത്, 24-ലാണ് 21-ലാണ് ഞങ്ങൾ വരുന്നത്. അതിനുശേഷം മീറ്റിംഗ് വിളിച്ചു ചേർത്തു. മീറ്റിംഗിൽ ഇത് മുന്നോട്ട് പോകുന്നില്ല, ഈ ഫയൽ നീങ്ങുന്നില്ല എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 10/2/2022 വടകര മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണ് ഞാൻ കത്തയച്ചു. അതിനകത്ത് പറയുന്നത് ഞാൻ ആ കത്ത് കൂടെ അവിടെ വായിക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്നതിനായി സർക്കാർ ഉത്തരവ് പ്രകാരം വടകര നഗരസഭയിൽ ഉൾപ്പെട്ട വടകര നാരായണ നഗർ പുതിയ ബസ് സ്റ്റാൻഡ് നവീകരണം എന്ന പ്രവൃത്തിക്ക് 4/11/2020 2.5 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നു. ഇതിനുശേഷം 1 വർഷവും 4 മാസവും പൂർത്തിയായിട്ടും
ഈ പദ്ധതിയുടെ പ്രവൃത്തി ആരംഭിക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളത് ആണ് ഉള്ളത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ പദ്ധതിയുടെ പ്രവൃത്തി പുരോഗതി വിലയിരുത്തുന്നതിനായി MLA വിളിച്ചു ചേർത്ത യോഗത്തിലും പ്രസ്തുത പ്രവൃത്തി ഒന്നാമതായി ഒരു മികച്ച ആർക്കിടെക്ചറൽ ഡ്രോയിങ് ആവശ്യമാണെന്നും ആയതിൽ മുനിസിപ്പാലിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. നിലവിലെ സാഹചര്യത്തിൽ പ്രസ്തുത പ്രവൃത്തിക്ക് അടിയന്തരമായ ഒരു മികച്ച ആർക്കിടെക്ചറൽ പ്ലാൻ തയ്യാറാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പദ്ധതി നഷ്ടമാകുമെന്ന സാഹചര്യം ഉണ്ടാവാനിടയുണ്ട്. ആയതിനാൽ ഈ പദ്ധതി ആർക്കിടെക്ചറൽ പ്ലാൻ തയ്യാറാക്കുന്നതിനാവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ കത്തയച്ചു. 2022 ഒരു മറുപടിയും നമ്മൾക്ക് ലഭിച്ചില്ല. തിരിച്ചു ഒരു റിപ്ലൈയും ഉണ്ടായില്ല. വീണ്ടും 2020 ഞാൻ കത്ത് ഇതേപോലെ തന്നെ കത്തയച്ചു. ഇത് പദ്ധതി നഷ്ടപ്പെടാൻ പോവുകയാണ്, അത് നഷ്ടപ്പെടാൻ പോകുന്നതിൽ വലിയ ഖേദമുണ്ട്, അത് അടിയന്തരമായി പരിശോധിക്കണം, ഈ മുനിസിപ്പാലിറ്റിയുടെ അടിയന്തര ഇടപെടൽ ഇതിനാവശ്യമാണ്, ഇല്ലെങ്കിൽ ഈ പദ്ധതി നമുക്ക് നഷ്ടമായി പോകും എന്ന് ഞങ്ങൾ വീണ്ടും 2024 ചെയർപേഴ്സണ് കത്തെഴുതിയത് ആ ഡേറ്റ് 10/4/24 ആ കത്ത് വീണ്ടും അയച്ചു. പക്ഷേ ഒരു മറുപടിയും മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഉദ്യോഗസ്ഥന്മാരെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനവും ഉണ്ടായില്ല. ഇതൊക്കെ കൊണ്ട് സർക്കാർ ഇപ്പോൾ റീബിൽഡ് കേരളയിലെ എല്ലാ പദ്ധതികളും അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി ഈ 2.5 കോടി നമുക്ക് നഷ്ടമായി. ആരാണ് ഉത്തരവാദി? ഈ ഫണ്ട് നഷ്ടമായത്, ഈ ലാപ്സായി പോയതിൻ്റെ ഉത്തരവാദി ആരാണ്? എന്തുകൊണ്ട് നമുക്ക് ഏറ്റവും നന്നായി കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു പദ്ധതി ഈ തരത്തിലേക്ക് മാറി എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ ഒരു വിലയും, കാരണം വടകര MLAക്ക് ഒരു വിലയും തരാൻ തയ്യാറല്ലല്ലോ. അതുകൊണ്ട് MLA ഓഫീസിൽ നിന്ന് ഒരു കത്ത് പോകുമ്പോൾ MLA ഒന്ന് വിളിച്ചു പറയുമ്പോൾ അതിന് ഒരു തരത്തിലുള്ള ഗൗനവും ഒരു തരത്തിലുള്ള വിലയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ എന്താണ് പറയേണ്ടത്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടായത് എന്നതിൻ്റെ ഉത്തരം എനിക്ക് മറ്റൊന്നും അറിയാനില്ല പ്രിയപ്പെട്ടവരെ. മറ്റൊന്നായിരുന്നു വടകരയിലെ ഫിഷ് ലാൻഡിംഗ് സെന്റർ, അഴിത്തലയിലെ ഫിഷ് ലാൻഡിംഗ് സെന്റർ. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ ഒരു 80 ലക്ഷം രൂപ ബഡ്ജറ്റിൽ വെച്ചു. ആ ബഡ്ജറ്റ് വെച്ച് അതിൻ്റെ എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറാക്കി കൊടുത്തു. അത് 80 പോരാ, 120 വേണം എന്ന് പറഞ്ഞു 1,20,00,000 രൂപ നമുക്ക് അനുവദിച്ചു. പക്ഷേ അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് പോകണം, ആ പണി ആരെടുക്കും എന്നൊരു പ്രശ്നമുണ്ട്. ഫിഷ് ലാൻഡിംഗ് സെന്റർ ആകുമ്പോൾ അത് ഹാർബർ എഞ്ചിനീയറിൻ്റെ കീഴിലാണ്, വടകര മുനിസിപ്പാലിറ്റിയിൽ വരുന്നതാണ്. അപ്പം ഞങ്ങൾ ആദ്യം മുനിസിപ്പാലിറ്റിക്ക് കത്തയച്ചു, ഇങ്ങനെ ഒരു ഫണ്ട് വെച്ചിട്ടുണ്ട്, നിങ്ങൾ അത് ഏറ്റെടുക്കണം. അപ്പോൾ മുനിസിപ്പാലിറ്റി എഞ്ചിനീയർ പറഞ്ഞു, ഞങ്ങൾക്കിത് ചെയ്ത് വൈദഗ്ധ്യമില്ല, അത് ഹാർബർ എഞ്ചിനീയറിംഗ് ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് ആ വൈദഗ്ധ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കത് ചെയ്യാൻ സാധിക്കില്ല എന്ന് അവരറിയിച്ചു. ഞങ്ങൾ വീണ്ടും ഹാർബർ എഞ്ചിനീയറിങ്ങിനെ സമീപിച്ചു. ഹാർബർ എഞ്ചിനീയറും ഞങ്ങൾ പറഞ്ഞു, ബഡ്ജറ്റിൽ ഇങ്ങനെ ഒരു തുക വെച്ചിട്ടുണ്ട്, ഇത് അവിടുത്തെ ബോട്ട് ചെട്ടി വന്ന് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആ തോണി ഉൾപ്പെടെ ബോട്ട് ഉൾപ്പെടെ കയറ്റുന്നതിന് ഏറ്റവും സൗകര്യമാണ്. ആ ഫിഷ് ലാൻഡിംഗ് സെന്റർ ആധുനികമായ സൗകര്യങ്ങളോടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനു വേണ്ടി വെച്ച ഫണ്ടാണ്, അതുകൊണ്ട് ഇത് നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. അവസാനം അവർ ഏറ്റെടുക്കാൻ തയ്യാറായപ്പോൾ അവർ ഒരു കണ്ടീഷൻ വെച്ചു. ഞങ്ങൾക്ക് നേരത്തെ ഇങ്ങനൊരു വർക്ക്, അവിടെ ചെറിയൊരു വർക്ക് നേരത്തെ ചെയ്തിരുന്നു. ആ വർക്ക് ചെയ്തപ്പോൾ ചില തടസ്സങ്ങൾ ഉണ്ടായി മുനിസിപ്പാലിറ്റിയിൽ നിന്ന്. അവരുടെ ആസ്തിയാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് തടസ്സങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ NOC വാങ്ങിത്തരണം, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് മുനിസിപ്പാലിറ്റിയുടേത് വാങ്ങിത്തന്നാൽ ഞങ്ങൾ ആ പ്രവൃത്തി ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. ആ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി നിരവധി തവണയാണ് വടകര മുനിസിപ്പാലിറ്റിയോട് അഭ്യർത്ഥിച്ചു. ഇതിനും ഒരു പ്രാവശ്യം സെക്രട്ടറിക്ക് കത്തെഴുതി. ഞങ്ങൾ ആ കത്തെഴുതിയിട്ട് സെക്രട്ടറി അത് സപ്ലിമെൻ്ററി അജണ്ടയായി വെച്ചു. പക്ഷേ അന്ന് ബോർഡ് മീറ്റിങ്ങിൽ ആ അജണ്ട എടുത്തതേയില്ല. നമ്മുടെ ഹാഷിം നിരവധി തവണ ആ യോഗത്തിൽ ഇത് അജണ്ടയിൽ ഉൾപ്പെടുത്തണം, ഇത് അജണ്ടയിൽ ഉൾപ്പെടുത്തി പാസ്സായാലും പദ്ധതി പ്രവൃത്തി നടത്താൻ കഴിയൂ എന്ന് പറഞ്ഞ് നിരവധി തവണ ആ യോഗത്തിൽ ഉന്നയിച്ചു. അസീസ് മാഷ് അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചു. പക്ഷേ അത് അജണ്ടയിൽ ഉൾപ്പെടുത്താൻ തയ്യാറായില്ല. പല പ്രാവശ്യം നമ്മൾ അഭ്യർത്ഥിച്ചു, അജണ്ടയിൽ ഉൾപ്പെടുത്തിയില്ല. NOC കിട്ടാതെ അവർ ഇതിൻ്റെ ഏസ് തരില്ല എന്ന് ഹാർബർ എഞ്ചിനീയറിൻ്റെ ഉദ്യോഗസ്ഥരും അറിയിച്ചു. അപ്പോൾ പിന്നീട് ഞങ്ങൾ ഞാൻ നേരിട്ട് ചെയർപേഴ്സണെ ലെറ്റർ അയച്ചു. ചെയർപേഴ്സണോട് ലെറ്റർ അയച്ചിട്ട് ഇങ്ങനെ അടിയന്തരമായി ഇതൊന്ന് അജണ്ടയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് ചെയർപേഴ്സണും കത്തയച്ചു. പക്ഷേ അങ്ങനെ അയച്ചിട്ടും ഫലമുണ്ടായില്ല, അജണ്ടയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് നേരിട്ട് വിളിച്ച് ചെയർപേഴ്സണോട് പറഞ്ഞു, ഇത് തന്നിട്ടില്ലെങ്കിൽ ഈ ഫണ്ടും ലാപ്സായി പോകും, ഈ പ്രവർത്തനം നടത്താൻ സാധിക്കില്ല, നിങ്ങളുടെ NOCക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്, ആ NOC കിട്ടാതെ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ആദ്യത്തെ പറഞ്ഞ ദിവസത്തെയും അജണ്ടയിൽ മാറ്റിവെച്ചു. പിന്നീട് സപ്ലിമെൻ്ററി അജണ്ടയായി ഉൾപ്പെടുത്തി അജണ്ട അംഗീകരിക്കുന്ന സാഹചര്യത്തിൽ എത്ര മാസങ്ങൾ പിന്നിട്ടതിന് ശേഷം എന്നറിയാമോ നിങ്ങൾക്ക്? 8-9 മാസം ആ ഇതുമായിട്ട് നീട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതെല്ലാം അത് എങ്ങനെയെങ്കിലും നീട്ടിക്കൊണ്ടുപോകുക, അതൊന്നും നടപ്പാക്കരുത് എന്ന ഉദ്ദേശം. ഈ നടപ്പാക്കരുത് എന്നാണ് നമുക്കല്ലല്ലോ നഷ്ടം, MLAക്കാണോ UDFനാണോ
ആരംഭിക്കുകയാണോ നഷ്ടമുണ്ടാകുന്നത്? അത് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് കിട്ടേണ്ട ഫണ്ടല്ലേ, പൊതുജനങ്ങൾക്ക് കിട്ടേണ്ട സേവനമല്ലേ, അവർക്ക് കിട്ടേണ്ട സൗകര്യമല്ലേ? അങ്ങനത്തെ സൗകര്യങ്ങൾ ഇല്ലാതാക്കുന്നതിന് ഉത്തരവാദികൾ ആരാണ് എന്നുകൂടി പറയണം. തീർച്ചയായിട്ടും ഇതൊക്കെ പറയേണ്ടി വന്നത് പലതവണ നമുക്കറിയാം. പല കാര്യം ഇവിടെ എൻ്റെ തൊട്ട മുന്നിൽ BM ഹൈസ്കൂൾ കിടക്കുകയാണ്. അവിടെ ഒരു 25 ലക്ഷം രൂപ സ്പോർട്സ് കോംപ്ലക്സിന്റെ ഒരു ഫണ്ട് ഉണ്ടായിരുന്നു. 25 ലക്ഷം ഇതേപോലെ റീബിൽഡ് കേരളയിൽ വെച്ചതാണ്. അതും ഞങ്ങൾ ജില്ലാ വികസന സമിതിയിലെ പ്രധാന അജണ്ടയിൽ ഉൾപ്പെടുത്തി എല്ലാ മീറ്റിങ്ങുകളും ചർച്ച ചെയ്യുമായിരുന്നു. പക്ഷേ പല സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് പറഞ്ഞുകൊണ്ട് അതും ഇങ്ങനെ പോകും. അവസാനം ആ ഫണ്ട് നഷ്ടപ്പെടും എന്ന ഒരു സാഹചര്യം വന്നു. കാരണം അവിടുത്തെ പഴയ ബിൽഡിങ്ങുകളുണ്ട്. ആ ബിൽഡിങ്ങുകൾക്ക് നമ്പർ ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ആ വർക്ക് നടത്താൻ സാധിക്കൂ എന്നാണ് എഞ്ചിനീയർമാർ പറഞ്ഞത്. എങ്കിൽ മാത്രമേ മറ്റ് പ്രവർത്തികളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പം പഴയ ബിൽഡിങ്ങുകളുടെ നമ്പർ ഇട്ട് കൊടുക്കേണ്ടത് മുനിസിപ്പാലിറ്റിയാണ്. അതും നീട്ടി ഒരുപാട് പ്രാവശ്യം പല തവണ ഉദ്യോഗസ്ഥന്മാരുടെ കാലു പിടിക്കുന്ന പോലെ സംസാരിക്കുകയും മീറ്റിങ്ങുകൾ വെക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് അങ്ങനെയൊരു അനുമതി നമുക്ക് കിട്ടിയത്. ഇപ്പോഴും ആ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്, പൂർത്തിയായിട്ടില്ല. ആ ഫണ്ട് ലാപ്സായി പോകുമായിരുന്നു. തൊട്ടപ്പുറത്ത് നമുക്കൊരു റെസ്റ്റ് ഹൗസ് റോഡുണ്ട്, PWD റെസ്റ്റ് ഹൗസ് റോഡ്. ഈ റോഡും റീബിൽഡ് കേരളയിലെ ഫണ്ടാണ്. ഈ ഫണ്ടും ലാപ്സായി പോവാനിരുന്നതാണ്. ആ ലാപ്സായി പോകുന്നിടത്തുനിന്ന് നിരവധി തവണ മീറ്റിംഗ് ചേർക്കുകയും ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കുകയും ഒരുപാട് പ്രാവശ്യം ഫോണിലൂടെയും നേരിട്ടും അല്ലാതെയും SC ഓഫീസിൽ CE ഓഫീസിൽ എല്ലാം പോയി കയറിയിറങ്ങിയതിന് ശേഷമാണ് ആ ഫണ്ട് നമുക്ക് അനുവദിച്ച് വർക്ക് തുടങ്ങുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയത്. പക്ഷേ വർക്ക് തുടങ്ങാൻ എല്ലാ ASI DSI ടെൻഡറായി വർക്ക് ഏറ്റെടുത്തു. എല്ലാം കഴിഞ്ഞു. ഒരു ദിവസം നമ്മൾ പത്രത്തിൽ കാണുന്നത് ഇതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞു എന്നതാണ്. നമ്മളെപ്പോലും അറിയിക്കാതെ, MLA പോലും അറിയിക്കാതെ, അത്രമാത്രം പണിയെടുത്ത് ആ ഫണ്ട് കൊണ്ടുവന്ന MLA പോലും അറിയിക്കാതെ അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ കാണണം. എന്ന് പറഞ്ഞാൽ ഈ തരത്തിലേക്ക് എല്ലാ കാര്യത്തിനോടും നമ്മളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം ഉണ്ടായി എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. കാരണം ജനപ്രതിനിധികൾക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എല്ലാവരും ഒന്നിച്ചുകൊണ്ട് മാത്രമേ ഏത് പദ്ധതിയും ഏത് പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. പക്ഷേ ഇതിനൊക്കെ മറികടന്നുകൊണ്ടാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തത് എന്നുകൂടി ഓർക്കണം. നമ്മുടെ ചോറോട് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് CPM ആണ് ഭരിക്കുന്നത്. പക്ഷേ ചോറോട് ഗ്രാമപഞ്ചായത്തിൽ നമുക്ക് അത്തരത്തിലൊരു പ്രയാസം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പല ആവശ്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഫണ്ട് കിട്ടി. അവിടെ ഹോസ്പിറ്റലിന് 50 ലക്ഷം കൊടുത്തു. അവിടെ ഒരു തോടിന് 2 കോടി കൊടുത്തു. ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി സാധിച്ചു. പക്ഷേ വടകരയിൽ പ്രത്യേക നിയമമാണ്, പ്രത്യേക ബൈലോ ആണ്. ആ ബൈലോ വെച്ചുള്ള പ്രവർത്തനമാണ് വടകര മുനിസിപ്പാലിറ്റി നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഈ നാടിൻ്റെ വികസനം ഇതുപോലെ മുരടിച്ചു പോകുന്നത്. നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഈ പഴയ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ ബിൽഡിംഗ് ഒക്കെ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. മറ്റൊരു കാര്യം കൂടി, ഇവിടുത്തെ ഭിന്നശേഷി കുട്ടികൾ അവരെപ്പോഴും പ്രയാസത്തോടു കൂടി പറയുന്ന സംഗതികളുണ്ട്. പല പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നു. അവർക്ക് ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ വക ഒരു ICDSൻ്റെ ഓഫീസ് അപ്പുറത്തുണ്ട്. അവിടുത്തെ 3-ാം നിലയിലാണ് ഈ ഭിന്നശേഷി കുട്ടികളുടെ ഓഫീസ് നിൽക്കുന്നത്. നോക്കൂ, ഈ കാലിന് വയ്യാത്ത, നടക്കാൻ പറ്റാത്ത, വലിയ പ്രയാസം അനുഭവിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഈ 3 നില കയറിപ്പോവുക? അത് മാറ്റണമെന്ന് നമ്മൾ മുനിസിപ്പാലിറ്റിയോട് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്, നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ അവർക്ക് ഈ മുനിസിപ്പാലിറ്റിയിൽ ഒരു റൂം അനുവദിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ആരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? നിങ്ങൾ ആരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത് എന്നതാണ് ഞങ്ങൾക്കറിയേണ്ടത്. ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന പോലും ദുരിതം കാണാൻ കഴിയാത്ത ഒരു നഗരസഭയും അതിൻ്റെ ഭരണാധികാരിയും നിങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്തമാണ് ഈ നാടിനോടുള്ളത് എന്നതാണ് ഞങ്ങൾക്കറിയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു മാറ്റം വേണമെന്ന്. ഇതിനൊക്കെ ഒരു മാറ്റം വേണം. കാലാകാലമായി ഞങ്ങളുടെ കുത്തകയാണ് എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ധാർഷ്ട്യവും ധിക്കാരവും ഉണ്ടാവും. ഇതൊക്കെ ഞങ്ങളുടെ സ്വകാര്യ സ്വത്താണ്, ഞങ്ങളുടെ തറവാട്ട് സ്വത്താണ് എന്ന് വിചാരിച്ചു നടക്കുന്ന ആളുകൾക്ക് അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അതല്ല, ഈ മാറ്റമുണ്ടായി. ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ജനങ്ങൾ അതറിയണമെങ്കിൽ പുതിയ ആളുകൾ വരണം. ഒരുപക്ഷെ എല്ലാ കാലവും ഒരേ ടീം ഭരിക്കണമെന്ന് ഞങ്ങൾ ആരും പറയില്ല. എല്ലാ കാലത്തും മാറി മാറി വരണം. എങ്കിലേ നമ്മുടെ നാടിന് മാറ്റമുണ്ടാവുള്ളൂ, ഒരു വികസനം ഉണ്ടാവുള്ളൂ. ആ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമുക്ക് നേതൃത്വം കൊടുക്കാനുള്ളത്. തീർച്ചയായിട്ടും ഈ വരുന്ന തിരഞ്ഞെടുപ്പ് ഞങ്ങൾ ഈ നാടിനോട് ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ് പ്രിയപ്പെട്ടവരെ. ഈ നാടിനൊരു മാറ്റം നിങ്ങളൊരു പ്രാവശ്യം മാറ്റി ചിന്തിക്കൂ, ഒരു പ്രാവശ്യം മാറ്റി ചിന്തിക്കൂ. നമുക്കൊന്നായി നിന്ന് ഈ മുനിസിപ്പാലിറ്റിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താം. ഈ ധിക്കാരവും ഈ ധാർഷ്ട്യവും അവസാനിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാം, സാധാരണക്കാരൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ തീർച്ചയായും
തീർച്ചയായിട്ടും ഈ നാട്ടിലെ എല്ലാ പ്രിയപ്പെട്ടവരും CPM-കാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും ഇടതുപക്ഷക്കാരായാലും തീർച്ചയായിട്ടും നല്ല മനുഷ്യരാണ്, നല്ല ഹൃദയമുള്ളവരാണ്. ആ മനുഷ്യരോട് വിനയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, നമുക്കൊരു മാറ്റമുണ്ടാകാൻ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം നിങ്ങൾ മാറ്റി ചിന്തിക്കുക. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നേതൃത്വം വന്നു കഴിഞ്ഞാൽ ഉറപ്പു തരുന്നു ഞങ്ങൾ മാറ്റും. ഈ വടകരയിൽ നിരവധിയായ ഈ ഡ്രൈനേജ് സംവിധാനങ്ങൾ ഞങ്ങൾ മാറ്റം വരുത്തും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകാതിരിക്കാൻ ആവശ്യമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. ഒരു സംശയം വേണ്ട. ഈ പഴയ ബസ് സ്റ്റാൻഡ് പുതിയ തരത്തിലേക്ക് മാറ്റിക്കൊണ്ട് അതിന് വികസനം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. കരിമ്പനത്തോട് കാലങ്ങളായി മനുഷ്യർ അനുഭവിക്കുന്ന തീരാത്ത പ്രശ്നമാണ്. ആ കരിമ്പനത്തോടിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ നടപടി ഞങ്ങൾ സ്വീകരിക്കും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ആ തരത്തിൽ ഈ നാടിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് അതിന് വികസനത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഈ നാടിന് ഞങ്ങൾ തരുന്ന വാക്കാണ്, ഞങ്ങൾ തരുന്ന ഉറപ്പാണ്. അതിനുള്ള മാറ്റത്തിന് നിങ്ങൾ തയ്യാറാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ച് അവസാനിക്കും.